ഉദ്യോഗാർത്ഥികൾക്ക് PSC അടക്കമുള്ള വിവിധ മത്സര പരീക്ഷകളിൽ വിജയം നേടുന്നതിനുള്ള 8 അടിസ്ഥാന നിയമങ്ങൾ ചേർത്ത് നൗഫൽ ചെമ്പകപ്പള്ളി തയ്യാറാക്കിയ CPO എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ അബ്ദുൽ ഹക്കീം, റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് പ്രമീള ബാബുരാജിന് പുസ്തകം നൽകി പ്രകാശനം നിർവഹിച്ചു. PSC അടക്കമുള്ള വിവിധ മത്സര പരീക്ഷകളിൽ വിജയം നേടുന്നതിനുള്ള 8 അടിസ്ഥാന നിയമങ്ങൾ ചേർത്ത് കായംകുളം സ്വദേശി നൗഫൽ ചെമ്പകപ്പള്ളി തയ്യാറാക്കിയ CPO എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ഉദ്യോഗാർത്ഥികൾക്ക് ഏറെ പ്രയോജനകരമായ രീതിയിലാണ് പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ അബ്ദുൽ ഹക്കീം, റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻസ് അഡ്വക്കേറ്റ് പ്രമീള ബാബുരാജിന് പുസ്തകം നൽകി പ്രകാശനം നിർവഹിച്ചു. അക്ഷരങ്ങളുടെയും പുസ്തകങ്ങളുടെയും പ്രസിദ്ധീകരണങ്ങളുടെയും സമ്പന്നമായ ഒരു ഭൂതകാല ചരിത്രം സ്വന്തമായിട്ടുള്ളതാണ്. നമ്മുടെ നഗരത്തിൽ നിന്ന് നിരവധി പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും പലതും നടക്കുന്നുണ്ട്. നൗഫൽ സാറ് ഒരു അധ്യാപകൻ എന്ന നിലക്ക് തൻ്റെ സ്ഥാപനത്തിൽ മാത്രം ഒതുങ്ങിക്കൂടാൻ മനസ്സിനെ സമ്മതിച്ചു കൊടുക്കുന്നയാളല്ല എന്ന് നമുക്ക് നേരത്തെ തന്നെ അറിയാം. അദ്ദേഹം വളർന്നു വന്നത് പ്രതിസന്ധികളുടെ പാറക്കെട്ടുകളെ കാൽ കൊണ്ട് തട്ടിമാറ്റിയാണ്. തൻ്റെ ബാല്യ കൗമാരങ്ങൾ ഉണ്ടാക്കി തീർത്ത പ്രതിലോമമായ പ്രതിസന്ധികൾ നിറഞ്ഞ സാഹചര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുമായിരുന്നെങ്കിൽ പ്രിയപ്പെട്ട നൗഫൽ സാർ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഉണ്ടാകുമായിരുന്നില്ല. അതുതന്നെ വളരുന്ന തലമുറയ്ക്കൊരു എപ്പോഴും അനുകരിക്കാവുന്ന മാതൃകയാണ്. മത്സരം ഇന്ന് ലോകത്തിൻ്റെ സംസ്കാരമാണ്. ലോകരാഷ്ട്രങ്ങൾ മത്സരിക്കുകയാണ്, രാജ്യങ്ങൾക്കകത്ത് മത്സരങ്ങൾ നടക്കുകയാണ്, സമൂഹങ്ങൾക്കിടയിൽ മത്സരങ്ങൾ നടക്കുകയാണ്, വ്യക്തികൾക്കിടയിൽ മത്സരം നടക്കുകയാണ്. ഇതിന് ഒരു ഇക്വേഷനുണ്ട്. ആ മത്സരത്തിൻ്റെ ഇക്വേഷൻ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. നിങ്ങൾക്കറിയാം അല്ലേ? ഫിറ്റായ ഒരാളെ നമുക്ക് വേണ്ടത് ഫിറ്റസ്റ്റായ ആളെയാണ്. സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലാണ് പറയുന്നത്. അപ്പോൾ മത്സരം നമ്മുടെ സ്വഭാവത്തിൻ്റെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗവും ശൈലിയുമാകാം. വിദ്യാർത്ഥികളെന്ന നിലക്ക്, യുവാക്കളെന്ന നിലക്ക് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ആരോടാണ് മത്സരം? നമ്മൾ പല വീടുകളിൽ നിന്ന് വന്നു ചേരുന്ന ഈ വിദ്യാലയം അല്ലെ നമ്മൾ ചെന്ന് ചേരുന്ന ഏത് സ്ഥലവും സ്ഥാപനവും അത് നമ്മുടെ പകൽ വീടുകളാണ്. നമ്മുടെ തോളോട് തോള് ചേർന്നിരുന്ന് ഹൃദയത്തിൻ്റെ സ്പന്ദനം പരസ്പരം കൈമാറുന്ന, ഞരമ്പുകളും വിയർപ്പുകളും ഒത്തിരുന്നു പോകുന്ന, ഒരേ പാത്രത്തിലും ഒരുപോലെ ഇരുന്നും ഭക്ഷണം കഴിക്കുന്ന നമ്മൾക്കിടയിലല്ല മത്സരം വേണ്ടത്. മത്സരം വേണ്ടത് നിങ്ങളെ തോൽപ്പിക്കാൻ ചോദ്യത്തിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ചോദ്യകർത്താവിനോടാണ്. ചടങ്ങിൽ കായംകുളം ബാർ അസോസിയേഷൻ മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹാരിസ് അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തകൻ യു ഷൈജു, മുഹമ്മദ് നിയാസ്, നൗഫൽ ചെമ്പകപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. സിവിൽ പോലീസ് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു പുസ്തകമാണ് സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന പേരിലുള്ള ഈ ഒരു ബുക്ക്. ഈ ഒരു ബുക്ക് കേരള PSCയുടെ പുതിയ പാറ്റേൺ അനുസരിച്ചുകൊണ്ടുള്ള സിലബസ് അനുസരിച്ച് തയ്യാറാക്കിയതാണ്. ഇപ്പോൾ 2023 BNS നിയമം, അതുപോലെ തന്നെ BNSS നിയമം, BSA നിയമം, ഈ നിയമങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഈ നിയമങ്ങളെ, പുതിയ രീതിയിലുള്ള നിയമങ്ങളെ പഴയ നിയമങ്ങളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ തയ്യാറാക്കി പുതിയ നിയമങ്ങളെ വളരെ ആധികാരികമായിട്ടൊരു സാധാരണക്കാരനും മനസ്സിലാക്കുന്ന ഭാഷയിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ബുക്കാണിത്. സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറയുന്ന ബുക്കിനകത്ത് ആ പേര് കൊടുത്തിരിക്കുന്നത് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് 20 മാർക്ക് അവർക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് കൊടുക്കാൻ കാരണം. യഥാർത്ഥത്തിൽ ഈ ഒരു പുസ്തകം കൊണ്ട് നമ്മുടെ സാധാരണക്കാരൻ മനസ്സിലാക്കേണ്ട നിയമങ്ങൾ, പുതിയ നിയമങ്ങളിലെ പറയുന്ന പല വശങ്ങളുമുണ്ട്. BNS-ലെ ആണെങ്കിലും BNSS-ലെ ആണെങ്കിലും അതുപോലെ തന്നെ എവിഡൻസ് ആക്ട്, അതായത് ഭാരതീയ സാക്ഷി അധിനിയമത്തിലെ ആണെങ്കിലും ഒക്കെ ഈ നിയമങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അപ്പം പുതിയ ഭാരതീയ ന്യായ സംഹിതയുടെ ഈ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന വളരെ 120 പേജുകൾ മാത്രമുള്ള ഒരു ബുക്കാണിത്. സാധാരണക്കാർക്ക് മനസ്സിലാക്കുന്ന രീതിയിലാണ് ഈ ബുക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. എന്നാൽ ഈ ബുക്കിൻ്റെ ലക്ഷ്യം സാധാരണക്കാർക്കൊപ്പം ഉദ്യോഗാർത്ഥികൾ ഈ ബുക്ക് വഴി പഠിച്ച് 20 മാർക്ക് അവർക്ക് സ്കോർ ചെയ്ത് നല്ലൊരു റിസൾട്ട് ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കൂടിയാണ് ഇത് തയ്യാറാക്കിയത്. അപ്പോൾ എല്ലാ പിന്തുണയും പല മേഖലയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. കേരളത്തിൽ CDNet ന്യൂസ് കായംകുളം.